നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണേ. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. അപ്പൊ ഇങ്ങേര് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടെ, റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുണ്ടായി. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാൾ ഒരു അതിനൊരു മറുപടി, അല്ലെങ്കിൽ എന്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. എല്ലാരും വിളിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. എല്ലാരും പാടാ, എല്ലാവർക്കും തരടാ മാപ്പ്. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്, എനിക്ക് വയ്യ. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി തരണം, ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഇദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു ജീവനക്കാരനെ അവിടെ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ മുഴുവൻ ജീവനക്കാർ ഇയാളുടെ ആരാധകരാണോ? അവിടുത്തെ മുഴുവൻ ജീവനക്കാർ ഇയാളോട് ഭയങ്കര സ്നേഹമുള്ളവരാണോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? നിങ്ങൾക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. കുറെ ആളുകൾ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയായിരിക്കും. കുറെ പേര് ഇപ്പൊ എന്തൊക്കെ ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളൂ, ആ നാറി ചത്തത് നന്നായി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇദ്ദേഹം മുൻകാലങ്ങളിൽ വർക്ക് ചെയ്ത ഓരോ സ്ഥലത്തുനിന്നും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ജോലി ഒഴിവാക്കിയെന്നതിന് കൃത്യമായ കാരണം എനിക്കറിയാം. അടിപൊളി. പക്ഷെ അത് ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ പറയാം. സെക്കൻഡ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, കാരണം വേറൊരുത്തനെ പറയുമ്പോൾ അവനോ സ്വയം നന്നാവണം. ഇദ്ദേഹത്തെക്കാൾ നല്ല മാനസികത എനിക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.